എനിക്ക് ധൈര്യമുണ്ട്, പറഞ്ഞോട്ടെ. പറഞ്ഞോ സർ, ഭയം വേണ്ട, ജാഗ്രത മതി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അപ്പോൾ ഈ SFI ഭയങ്കര തമാശയായി പോയി. എല്ലാവരും ഭയങ്കര തമാശയായി പോയി. എല്ലാവരും ഇത്രയും വാദിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ആർക്കാ ഭയമെന്ന്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? അപ്പോൾ ഈ അന്വേഷണത്തെ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിലേക്ക് പോയത്. അതിന് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. അപ്പോ ഈ വീണ വിജയൻ കർണാടക സമയം കഴിഞ്ഞില്ലേ? ഒന്നുമില്ല പറയാൻ, ഒന്നുമില്ല, ഒരു കാര്യം പറയാനില്ല. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഒരു പോയിന്റ് ഇല്ല. ശരി, എന്റെ 2 മിനിറ്റ് തുടങ്ങുകയാണേ. അന്വേഷ് സാർ പോയിന്റ് എണ്ണിക്കോ. എണ്ണാനാ? ഇതെന്താ നഴ്സറി സ്കൂളാ? അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് വീണ വിജയന്റെ എക്സാലോജിക്ക്. വീണ വിജയൻ പറയുന്ന പറയട്ടെ സാർ, ഞാൻ തുടങ്ങുമ്പോഴേ സാർ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ? എന്ത് പേടിക്കുന്ന? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഡോർമെന്റ് ആയ കമ്പനി എക്സാലോജിക്ക് ഈ ഒരു അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ SFIയുടെ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറയണമല്ലോ. അതായത് വീണ വിജയന് നോട്ടീസ് നൽകാൻ പോവുകയാണ് SFIO. അത് തടയിടുന്നതിന് വേണ്ടിയാണ് കർണാടക ഹൈക്കോടതിയിലേക്ക് ഇന്ന് രാവിലെ ഓടിപ്പോയി ഹർജി കൊടുത്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ, ഈ എക്സാലോജിക് എന്ന് പറയുന്ന പേപ്പർ കമ്പനിയുടെ ആസ്ഥാനം ബംഗളൂരുവാണ്. പ്രത്യേകിച്ച് ഒരു സർവീസും കൊടുക്കാതെ CMRൽ നിന്ന് 1.2 ലക്ഷം 1.72 കോടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാശോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അതിന്റെ രേഖകൾ ഹാജരാക്കണം. ഇത് ഡിജിറ്റൽ കാലഘട്ടമാണ്. ഡിജിറ്റലായി നടന്ന ട്രാൻസാക്ഷൻസ് കോടികളുടെ കണക്കുണ്ടോ അവിടെ? സാർ, അത് നിൽക്കട്ടെ സാർ, ഏത് ആരെ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. നീ ഇമോഷണൽ ആവരുത്. എക്സാലോജി കമ്പനിയെ കുറിച്ചാണ്. ബംഗളൂരുവിലാണ് ആ കമ്പനിയുടെ ആസ്ഥാനം. അത് ഡോർമെന്റ് സ്റ്റാറ്റസിലേക്ക് 2022 പോകുന്നു. മാസപ്പടി വാങ്ങിയിട്ടുണ്ടോ? സേവനമില്ലാതെ 55 ലക്ഷം നേരിട്ട് വാങ്ങിയിട്ടുണ്ടോ? 1.72 കോടി വാങ്ങിയിട്ടുണ്ടോ? ഇങ്ങനെ എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ കേൾക്കില്ല, കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ്. നമ്പർ മറക്കണ്ട, ഞങ്ങളും തന്നതേ ചോറ് തന്നെയാ. എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിൽ ഇതുവരെ ഒരു രേഖയും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു വിശദീകരണവും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വന്ന് നിഷേധിക്കട്ടെ. അവര് കെട്ടിപ്പൊക്കുന്ന അപവാദങ്ങളിലാണ് കേന്ദ്രീകരിച്ചത്. നുണകൾ പടച്ചുവിടുക, അത് പല ആവർത്തി പ്രചരിപ്പിക്കുക. KSIDCയുടെ ഓഫീസിൽ പരിശോധന നടത്തി 2010 മുതലുള്ള രേഖകൾ ശേഖരിച്ച് കഴിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് എക്സാലോജിക്ക് ഈ ഹർജിയുമായി പോയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. അടിച്ചുവിടുന്നൊന്നുമല്ല സാർ. ഇപ്പൊ ഇരുന്ന് ഇത്രയും ന്യായീകരിച്ചല്ലോ. ഞാൻ ഈ പറയുന്നത് ഫാക്സ് അല്ലെങ്കിൽ സാർ എങ്ങനെടേ ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ? നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കൃത്യമായ പരിശോധനകൾ നടക്കുന്നു. പിടിക്കപ്പെടുമെന്ന് മനസ്സിലായ ഘട്ടത്തിൽ ഒരു ഹർജിയുമായി പോയി എന്നുള്ളത് തന്നെയാണ് ഇതിൽ മലയാളം മനസ്സിലാകുന്ന എല്ലാ മലയാളിക്കും ഇത് മനസ്സിലായിട്ടുണ്ട്. സംഗതി സത്യ. ആ റിപ്പോർട്ട് കോടതിയിലെത്തിയാൽ എല്ലാരും അകത്തു പോകും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ